അത് വഹീന്റെ മുഴുമുത്തുകളാണെന്ന് മനസ്സിലാക്കി മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഹബീബായ മുത്തിന്റെ നാക്കിൽ നിന്ന് ഒരു കളവ് വരികയില്ല. എന്റെ ഹബീബായ മുത്ത് കടം വീടിക്കിട്ടാൻ, മാനസിക പ്രയാസം അകന്നു കിട്ടാൻ ഈ ദുആ മതിയായതെന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ തന്നെ പറയട്ടെ, ഞാൻ ഹബീബായ മുത്ത് പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥന നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി മാനസികമായ പ്രയാസത്തോടുകൂടി എന്റെ പടച്ചവനോട് ഞാൻ പങ്കുവച്ചപ്പോൾ അദ്ഹബല്ലാഹു ഹമ്മീ, എന്റെ മനസ്സിന്റെ സംഘർഷങ്ങളും വ്യതകളും വ്യസനങ്ങളും നൊമ്പരങ്ങളും പടച്ചവൻ മാറ്റിത്തന്നു. വഖളാ അന്നീ ദൈനീ, എന്റെ എല്ലാ കടങ്ങളും എന്റെ പടച്ചവൻ എനിക്ക് വീട്ടിത്തന്നു. എന്റെ അള്ളാഹ് എനിക്ക് വീട്ടിത്തന്നു. ബഹുമാനപ്പെട്ട അബൂമ പറഞ്ഞില്ല ഏതോ ഒരു സമ്പന്നനെ കൊണ്ടു തന്നിട്ട് വീട്ടിന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പടച്ച തമ്പുരാൻ എന്റെ കടങ്ങൾ വീട്ടിത്തന്നു. എന്റെ സർവശക്തനായ എന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ എന്നെക്കാളും അറിയുന്ന എന്റെ പടച്ച തമ്പുരാൻ എന്റെ കടങ്ങൾ വീട്ടിത്തന്നു. സഹോദര, ബികാഫിൻ അബദാ, ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്ന ദുആ പ്രാവർത്തികമാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടം വീട്ടി കൊടുത്തെങ്കിൽ ആ അല്ലാഹ് പോരെ സഹോദര, നിന്റെ കടങ്ങൾ വീട്ടി തരാൻ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം മാറ്റിത്തരാൻ. ഖുൽ ഹസ്ബി അല്ലാഹ്, പറ നിന്റെ നാക്കുകൊണ്ട് എന്റെ മനസ്സിന്റെ നൊമ്പരങ്ങളും എന്റെ കടങ്ങളും വീട്ടിത്തരാൻ എന്റെ പടച്ച തമ്പുരാൻ മതിയായവനാണ്, മതിയായവനാണ്. ജോത്സ്യന്റെ അരികിലേക്ക് പോകേണ്ടതില്ല, ശിർക്കിന്റെ കുഫറിന്റെ വഴിയിലേക്ക് പോകേണ്ടതില്ല. എന്റെ സർവശക്തനായ പടച്ച തമ്പുരാൻ എന്റെ രഹസ്യവും എന്റെ പരസ്യവും എന്റെ അനക്കവും എന്റെ അടക്കവും എന്റെ ഉറക്കവും എന്റെ ഉണർവും എന്റെ ചിരിയും എന്റെ കരച്ചിലും എല്ലാം അറിയുന്ന പടച്ച തമ്പുരാൻ അവൻ മതിയായവനാണ്. ഹസ്ബി അല്ലാഹ്, എന്റെ പടച്ചോൻ എനിക്ക് മതിയായവനാണ്. ഇതാണ് കടക്കണിയിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കുള്ള മരുന്ന്. ഇനി പൊന്നു സഹോദരി, എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹു നൽകിയിരിക്കുന്ന മക്കളെ കൊണ്ട് തലവേദന അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? +2 പഠിക്കുന്ന പൊന്നുമോള്, +1 പഠിക്കുന്ന പൊന്നുമോന് ഏതോ ഒരു പെണ്ണിന്റെ പിറകെ പോയിട്ട് തൊലിവെളുത്തിരിക്കുന്ന പെണ്ണിന്റെ പിറകില്, അല്ലെങ്കിൽ ആണിന്റെ പേരിൽ പിറകില്, ബോയ് ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരിൽ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിരിക്കുന്ന ഏതോ ഒരുവന്റെ മകളുടെ മകന്റെ പിറകിലൊക്കെ പോയതിന്റെ പേരിൽ അതേ തന്റെ കയ്യിൽ നിന്നും വിട്ടുപോയി എന്റെ പൊന്നുമോള് പൊന്നുമോനെന്ന് വിചാരിച്ചുകൊണ്ട് ആ മകന്റെയും മകളുടെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളും വ്യതകളും ഓർത്തുകൊണ്ട് മനസ്സ് നൊമ്പരപ്പെടുന്ന സഹോദര സഹോദരി, നീ ഓർക്കേണ്ടത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ ഓർക്കാൻ തയ്യാറാവണം. ആരാണ് യാക്കൂബ് അലൈഹിസ്സലാം? 12 മക്കളുടെ പിതാവാണ്. 12 മക്കളില് 10 മക്കളും ബഹുമാനപ്പെട്ട യാക്കൂബിന് മാനസിക പ്രയാസമുണ്ടാക്കിയ മക്കളാണ്. ഉപ്പാനോട് പക, ബാപ്പയോട് ദേഷ്യം. എന്തിന്റെ പേരിലാണ്? ഏറ്റവും തന്റെ കുഞ്ഞനുജനായ യൂസുഫാകുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമാകുന്ന ആ യൂസുഫാകുന്ന കുഞ്ഞുമോനോട് ജ്യേഷ്ഠന്മാരാകുന്ന ഞങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ അല്പം സ്നേഹം കൂടുതൽ കാണിച്ചതിന്റെ പേരിൽ യൂസുഫിനോട് അസൂയ തോന്നുകയും ആ യൂസുഫിനെ ഭൂമിയുടെ തൊലിപ്പുറത്തു നിന്ന് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ബാപ്പായുടെ മനസ്സ് ജ്യേഷ്ഠന്മാരാകുന്ന ഞങ്ങളിലേക്ക് തിരിയുകയും അങ്ങനെ ബാപ്പായുടെ സ്നേഹം പരമാവധി ആസ്വദിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ജ്യേഷ്ഠന്മാര് തീരുമാനമെടുക്കുന്നത് നമ്മുടെ കുഞ്ഞനുജനെ ഈ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യണം. തീരുമാനമായി. സൂറത്ത് യൂസുഫ് ഓതിക്കൊള്ളുക. വിശദീകരിക്കാൻ സമയമൊന്നുമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. ഈ വിഷയം തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മുടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു ബർക്കത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നൂറുകയാണ് മനസ്സുകൾ. ഈ നീറുന്ന മനസ്സുകൾക്കുള്ള പരിഹാരം അള്ളാഹു വെച്ചത് മഖ്ബറയിലല്ല, ജോത്സ്യന്റെ അരികിലല്ല, ഏതെങ്കിലും ഔലിയായിന്റെ ശുഹദായിന്റെ അവർ അന്ത്യവിശ്രമം ആ സ്ഥലങ്ങളല്ല, മറിച്ച് അള്ളാഹു ഇതിനുള്ള മരുന്ന് വെച്ചത് പരിശുദ്ധമായ ഖുർആന്റെ വരികളിലാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏതേത് മാനസിക സംഘർഷങ്ങളും
അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരത് അനുഭവിക്കുമ്പോൾ ആരോടാണ് ആ വ്യതകൾ പങ്കുവെച്ചത്, ആരുടെ മുന്നിലാണ് ആ നൊമ്പരങ്ങൾ പങ്കുവെച്ചത്? അതേ അല്ലാഹുവിന്റെ മുമ്പിൽ തന്നെയാണ് നിങ്ങൾക്കും പങ്കുവെക്കാനുള്ളത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം ആ ഉപ്പ അനുഭവിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട യൂസുഫാകുന്ന ചെറിയ കുഞ്ഞുമോനെ കാട്ടിൽ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഏകദേശം അതേ മരിച്ചുപോയിരിക്കാം എന്ന നിഗമനത്തോടുകൂടി ജ്യേഷ്ഠന്മാർ മടങ്ങിപ്പോയി. ബാപ്പായുടെ മുന്നിൽ നിന്ന് തന്ത്രങ്ങളും അതേ കുറെ കാര്യങ്ങളും തമാശകളൊക്കെ പറഞ്ഞ് അവരെ തന്ത്രപൂർവ്വം തട്ടിയെടുത്ത ആ യൂസുഫിന്റെ തിരിച്ചുവരവ് കാണാത്തപ്പോൾ ബാപ്പായിക്ക് പ്രയാസമായി. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമാകുന്ന പിതാവിനെ സന്തോഷിപ്പിക്കാൻ മക്കൾ കുറെ കള്ളത്തരങ്ങളൊക്കെ ചെയ്തു. ഒരു ആടിനെ അറുത്തിട്ട് യൂസുഫിന്റെ കുപ്പായത്തിൽ രക്തം പുരട്ടിയിട്ട് ബാപ്പയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അതെ യൂസുഫിനെ ചെന്നായെ തിന്നു പിടിച്ചുകൊണ്ടുപോയി, ഇതാ വേണമെങ്കിൽ തെളിവുണ്ട് ശരീരം ആ വസ്ത്രം. ഇങ്ങനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമോനോട് കാണിച്ച ക്രൂരത. ഫസബറുൻ ജമീൽ, ആ കരുണയുള്ള പിതാവ് ശ്രമിക്കാൻ തയ്യാറായി. ഈ കുരുത്തൻ കെട്ട മക്കളെ വീട്ടിൽ നാട്ടി പുറത്താക്കാൻ മെനക്കെട്ടില്ല. നിങ്ങൾ എൻ്റെ മക്കളല്ല എന്ന് പറയാൻ തയ്യാറായില്ല. നിങ്ങളാകുന്ന മക്കളെ ഈ പള്ളിക്കാട്ടിൽ ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറായില്ല. ഫസബറുൻ ജമീൽ, ആ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും കടിച്ചിറക്കി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി സലാം വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ, എൻ്റെ പൊന്നുമോനോട് കാണിച്ച ക്രൂരതയെ ന്യായീകരിക്കാൻ വേണ്ടി ഇവരുടെ നാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ സഹായം അല്ലാഹുവിന്റെ ഭാഗത്താണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു അക്ബർ. വല്ലാഹുൽ മുസ്തആനു, അല്ലാഹുവാണ് സഹായം തേടാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്. അവനോടാണ് എൻ്റെ മനസ്സിന് നൊമ്പരം പറയേണ്ടത്. അലാ മാ തസിഫൂൻ, എൻ്റെ ഈ മക്കളാകുന്ന കുഞ്ഞനുജനോട് ക്രൂരത കാണിച്ചിരിക്കുന്ന ഇവർ എന്തൊക്കെയാണോ കെട്ടിച്ചമച്ചുണ്ടാക്കിയത്, ആ കാര്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് അതറിയാൻ സഹായം ചോദിക്കേണ്ടത് പടച്ചതമ്പുരാനോടാണ്. ക്ഷമിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ സ്നേഹമുണ്ടായത് യൂസുഫിന്റെ അനുജൻ സഹോദരനാകുന്ന ബിന്യാമീനോടാണ്. ആ ബിന്യാമീനും ഇല്ലാതായി. ഏറ്റവും പ്രിയപ്പെട്ട മകനാകുന്ന യൂസുഫിന്റെ തിരോധാനം ഒന്നാമത്തത്. രണ്ടാമത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാകുന്ന ബിന്യാമീനും ഇല്ലാതായപ്പോൾ അപ്പോഴും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി സലാം സബറുൻ ജമീൽ, സൂറത്ത് യൂസുഫിൽ 2 പ്രാവശ്യമാണ് യാക്കൂബ് നബി സലാമിന്റെ നാക്കിൽ നിന്ന് വന്ന് സബറുൻ ജമീൽ പറയുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട യൂസുഫാകുന്ന പൊന്നുമോൻ നഷ്ടപ്പെട്ടപ്പോഴും, 2 ബിന്യാമീനാകുന്ന മകന്റെ തിരോധാനവും. ഈ 2 ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി സലാം സബറുൻ ജമീൽ, അതേ ഭംഗിയായ ക്ഷമ, അതാണ് ഇവിടെ അവലംബിക്കേണ്ടത്. അക്ഷമ കാണിച്ച് കാണില്ല, പുറപുറത്തിട്ട് കാര്യമില്ല, പിരാകിയിട്ട് കാര്യമില്ല, ശപിച്ചിട്ട് കാര്യമില്ല, നാണം കർത്തിയിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന്റെ വിധിയല്ലേ, ഞാൻ ക്ഷമിക്കേണ്ടവനാണ്. ക്ഷമിച്ചു. എന്നിട്ടോ തന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ പങ്കുവെച്ചു. ആരുമായിട്ട്? ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ, ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത്, ഞാൻ ആവലാതി പറയുന്നത് ആരോടാണ് പൊന്നുമിനിങ്ങളെ? വഹുസ്നി, എൻ്റെ മാനസിക വിഷമങ്ങളും ഞാൻ പങ്കുവെക്കുന്നത് ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി 10 മക്കളെ കൊണ്ട് അനുഭവിച്ച പ്രയാസങ്ങളും തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയ ദുഃഖങ്ങളുമെല്ലാം എണ്ണിപ്പറഞ്ഞത്, ആ നൊമ്പരങ്ങളും വ്യതകളും പങ്കുവച്ചത് അള്ളാഹുവിനോടാണ്. ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്. എത്രത്തോളം അനുഭവിച്ചു? യാ അസഫാ അലാ യൂസുഫ്, യാ അസഫാ അലാ യൂസുഫ്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ആ കുഞ്ഞുമോനോട് ബാപ്പായുടെ വ്യസനം പങ്കുവെക്കുന്നത്, എൻ്റെ യൂസുഫിന്റെ മേൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖമേ.
ലഹു മിനൽ ഹുസ്ൻ, മകൻ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്തിന്റെ പേരിൽ, വിരഹത്തിന്റെ പേരിൽ കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ കണ്ണ് വെളുത്തുപോയി. വഹുവ കലീം, അനുഭവിക്കുന്ന നൊമ്പരങ്ങള് ഈ മക്കളോട് പറയാതെ, വിഷമങ്ങൾ പറയാതെ, ആ മക്കളെ ശ്രമിക്കാനും പിരാകാനും തയ്യാറാവാതെ ആ വിഷമങ്ങളൊക്കെ ഉള്ളിൽ കടിച്ചിറക്കിയിട്ട് പടച്ച തമ്പുരാനോട് മാത്രം പങ്കുവെച്ചു. നിരാശനായില്ല. എന്റെ മക്കൾ തീർന്നുപോയി, അവര് കൈവിട്ടുപോയി, അവർ നശിച്ചുപോയി, ഇനി എന്തു മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷമ കാണിക്കാൻ തയ്യാറായില്ല. പിന്നെയോ എനിക്ക് നഷ്ടപ്പെട്ട യൂസുഫിനെയും അല്ലാഹു തരുന്നവനാണ്, ബിന്യാമീനെയും തരുന്നവനാണ്. ഈ കുരുത്തം കെട്ട മക്കളെ നല്ല മക്കളായി തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹ്. നിരാശനാവാതെ അല്ലാഹുൽ പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് വിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി തന്റെ നൊമ്പരങ്ങളും സങ്കടം അല്ലാഹുവിനോട് പറഞ്ഞു. അല്ലാഹുവോ തിരിച്ചു കൊടുത്തു. എന്തൊക്കെയാ കൊടുത്തത്? ബഹുമാനപ്പെട്ട യാക്കൂബ് നബിക്ക് നഷ്ടപ്പെട്ടു പോയ കണ്ണിന്റെ കാഴ്ച ആദ്യം തിരിച്ചു കൊടുത്തു. യാക്കൂബ് നബി ഇസ്ലാമിന്റെ സഹോദരങ്ങള്, ഇത് യൂസുഫാണെന്ന് ഈ സമയം ഈജിപ്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട് കഴിഞ്ഞുകൂടുന്ന, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകുന്ന ഇത് ബഹുമാനപ്പെട്ട യൂസുഫാണ്, ഞങ്ങളുടെ കുഞ്ഞനുജനാണ്. 30-40 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന, ഞങ്ങൾ കൊന്നു എന്ന് പറയാൻ മാത്രം പറ്റുന്ന അതേ കുഞ്ഞനുജനാണ് ഈ ഈജിപ്തിന്റെ ആഭ്യന്തര ധനകാര്യ വകുപ്പ് മന്ത്രിയായി, ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി നിലകൊള്ളുന്നത് എന്നറിഞ്ഞപ്പോൾ അവർ പുഞ്ചമടക്കിക്കൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫിന്റെ മുമ്പിൽ, ഏ യൂസുഫേ, ഇന്നാല ഖാതിയൂൻ, ഞങ്ങൾ തെറ്റുകാരാണ് യൂസുഫേ. യൂസുഫിന്റെ മുമ്പിൽ അവർ തൗബ ചെയ്തു, പാപം ഏറ്റുപറഞ്ഞു. ഞങ്ങളുടെ പാപം, ഞങ്ങളെ തെറ്റ് നീ മാപ്പാക്കി തരണം, ഞങ്ങൾക്ക് വേണ്ടി പടച്ചോനോട് ദ്വാരക്കണം പറഞ്ഞു. ബഹുമാനപ്പെട്ട യൂസുഫ്, ലാ തസ്രീബ അലൈകുമുൽ യൗം, എന്റെ സഹോദരങ്ങളെ, നിങ്ങളോടൊരു പ്രതികാരം എനിക്ക് ഇന്നത്തെ ദിവസമില്ല. നിങ്ങളെ ജയിലടക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എന്റെ ബാപ്പ എന്നോട് ഇഷ്ടം കാണിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഭൂമിയുടെ തൊലിപ്പുറത്തിന് നീ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ കഷ്ടപ്പെട്ടുമില്ലയോ? അതിന് പ്രതികാര നടപടി എടുക്കാൻ കൊണ്ട് സാധിക്കും. ലാ തസ്രീബ അലൈകുമുൽ യൗം, ഇന്നത്തെ ദിവസം ഒരു പ്രതികാരമില്ല പൊന്നു സഹോദരങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കാം. യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങൾക്ക് പടച്ചോൻ പൊറുത്തു തരട്ടെ. സ്വന്തം ജീവൻ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുത്തിട്ട് അവരുടെ പാപം പൊറുക്കാൻ അല്ലാഹുവിനോട് ദുആറുന്ന യൂസുഫാകുന്ന കുഞ്ഞനുജൻ. ഈ ഖുർആന്റെ ആയത്ത് പാരായണം ചെയ്യുന്നത് ഖത്തം തീർക്കാൻ വേണ്ടിയിട്ടല്ല പൊന്നു മുഅ്മിനെ, ഖത്തം ഓതണം. അതേപോലെ നമ്മുടെ പിണങ്ങി നിൽക്കുന്ന ജ്യേഷ്ഠന്മാരോടുള്ള പിണക്കം മാറ്റിയിട്ട് ഒരു യൂസുഫാകുന്ന മാന്യനായ ഒരു അനുജന്റെ ഒരു അധ്യായം കുറിക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അങ്ങനെ ഈ മാപ്പ് ചോദിച്ചു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായ ആ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, ഇതാ എൻ്റെ കമീസ്, ഇത് എൻ്റെ ബാപ്പാടെ മുഖത്തേക്ക് ഇട്ടേക്കിൻ, കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും. അങ്ങനെ സഹോദരങ്ങൾ പോയി ബഹുമാനപ്പെട്ട യൂസുഫിന്റെ കമീസ് ആ പിതാവിന്റെ മുഖത്തേക്ക് ഇട്ടു. അൽഖാഹു അലാ വജ്ഹിഹി ഫർതദ്ദ ബസീറാ, ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ മുഖത്തേക്ക് യൂസുഫിന്റെ കമീസ് ഇടേണ്ട താമസം ഫർതദ്ദ ബസീറാ, നഷ്ടപ്പെട്ടു പോയ കണ്ണിന്റെ കാഴ്ചയെ പടച്ചോൻ കൊടുത്തു, തിരിച്ചു കൊടുത്തു. പിന്നെയോ, പിന്നെ ഉമ്മയും ഉപ്പയും ഈ 10 സഹോദരങ്ങളും ഈജിപ്തിലേക്ക് പോയി. അതെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം താൻ ഭരണ ചക്രം കറക്കാൻ വേണ്ടി ഇരിക്കുന്ന സിംഹാസനത്തിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റിട്ട് തൻ്റെ മുന്നിലേക്ക് വന്ന ബാപ്പാനെയും ഉമ്മാനെയും സ്വീകരിച്ചുകൊണ്ട്
തന്റെ മാതാവിനെയും തന്റെ പിതാവിനെയും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഏതൊരു കസേരയിലാണോ ഇരിക്കുന്നത്, ഏതൊരു സിംഹാസനത്തിലാണോ ഇരിക്കുന്നത്, ആ സിംഹാസനത്തിലേക്ക് മാതാപിതാക്കളെ പിടിച്ചിരുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ രണ്ട് മക്കളെ പടച്ചോൻ തിരിച്ചു കൊടുത്തു. കുരുത്തം കെട്ടവരായ അനുസരണയില്ലാത്ത ബാപ്പാടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ മാത്രമുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന മക്കൾക്ക് മാപ്പ് കൊടുത്തിട്ട് മക്കൾ തൗബ ചെയ്തിട്ട് നല്ലവരായിട്ട് പിതാവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പിതാവ് മരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യ മക്കളുടെ നല്ല ഭാവി കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കേണ്ട അവസ്ഥ ഉണ്ടായെങ്കിൽ പൊന്നു മുഅ്മിനീങ്ങളെ, ആ യാക്കൂബ് നബി ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട കണ്ണുകൾ തിരിച്ചു കൊടുത്തിരിക്കുന്ന ആ മക്കളൊക്കെ അതേ നഷ്ടപ്പെട്ടു പോയി കൈവിട്ടുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന മക്കളെയൊക്കെ തിരിച്ചു കൊടുത്തിരിക്കുന്ന അല്ലാഹ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. തന്റെ പറക്കമുറ്റാത്ത മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ കൗമാരക്കാരായ മക്കളെ കൊണ്ടോ യുവാക്കളായ മക്കളെ കൊണ്ടോ മനസ്സ് നൂറിപ്പോകുന്ന പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾക്ക് പോരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി ഇസ്ലാമിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ മാറ്റിയിട്ട് മക്കളെ തിരിച്ചു കൊടുത്തു. മക്കളെ നന്നാക്കി തീർത്ത് സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ മാത്രം പര്യാപ്തമാക്കി തീർത്ത ആ പടച്ച തമ്പുരാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ അല്ലാഹ് പോലെ നിന്റെ മനസ്സിന്റെ വ്യസനങ്ങൾ മാറ്റാൻ ഖുൽ ഹസ്ബി അല്ലാഹ് പറ നിന്റെ നാക്കുകൊണ്ട്, അതേ എനിക്ക് എന്റെ അല്ലാഹ് മതിയായവനാണ്. എന്റെ കൗമാരക്കാരിയായ കൗമാരക്കാരനായ യുവതിയായ യുവാവാകുന്ന എന്റെ പൊന്നുമോൻ അവിവേകത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ നീയാകുന്ന മോൾ എനിക്കില്ല, നീയാകുന്ന മകൻ എനിക്കില്ല. ഈ പൂഴിത്തലയുള്ള ജുമാഅത്ത് പള്ളിയുടെ കബറത്തിൽ നിനക്ക് കുഴിച്ചുമൂടി എന്ന് പറയാൻ ധിക്കാരം കാണിക്കല്ലേ പൊന്നു പിതാവ്, പൊന്നു മാതാവേ. ക്ഷമിക്കിൻ, സഹിക്കിൻ. എന്നിട്ട് ആ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി യാക്കൂബ് നബി ദുആ ചെയ്തതുപോലെ ദുആ ചെയ്യിൻ. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയും പ്രത്യാശയും കൈമുതലാക്കി ആ ദുഃഖങ്ങളും വ്യസനങ്ങളും നൊമ്പരങ്ങളും മനസ്സിന്റെ നീറ്റലുകളും പുകച്ചലുകളും പടച്ചതമ്പുരാനോട് പങ്കുവെച്ചതുപോലെ നീ പാതിരാവിൽ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് സുജൂദിൽ പറ നിന്റെ മക്കളെ കുറിച്ച്, ആ അല്ലാഹു ഇന്നുമുണ്ട്, നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങളും പടച്ചു മാറ്റിത്തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൊന്നു മുഅ്മിനീങ്ങളെ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഇനി മക്കളില്ലാത്തതിന്റെ പേരിലാണോ മനസ്സ് നീറ്റൽ? കല്യാണം കഴിഞ്ഞു, 5 വർഷമായി, 10 വർഷമായി, 25 വർഷമായി, 30 വർഷമായി, ഒരു കുഞ്ഞിക്കാലെ കാണണമെന്നത് ആഗ്രഹമുണ്ട്. മുട്ടാത്ത വാതിലുകളില്ല, പോകാത്ത ഇടങ്ങളില്ല, ചെയ്യാത്ത ട്രീറ്റ്മെന്റുകളില്ല. എല്ലാ ഹോമിയോയിലും പോയി, ആയുർവേദത്തിൽ പോയി, തങ്ങളടുത്തും പോയി, ഔലിയാന്റെ അടുക്കലും പോയി, മക്ബറയിലും പോയി, എല്ലാ സ്ഥലത്തും പോയി. എന്നിട്ടോ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു അത്രേ മക്കളുണ്ടാവൂല എന്ന്. പ്രസവിക്കാത്ത പെണ്ണാണ് എന്ന് ഡോക്ടർ വിധി എഴുതി. നിനക്ക് കൗണ്ട് കുറവാണ് എന്ന് ഡോക്ടർ വിധി എഴുതി. ഇങ്ങനെ മക്കൾ ഉണ്ടാവാനുള്ള ആരോഗ്യപരമായ ഒന്നും നിന്റെ ശരീരത്തിലില്ല. അതുകൊണ്ട് മക്കളെ പ്രതീക്ഷിക്കണ്ട. എല്ലാ പ്രതീക്ഷയുടെ കവാടങ്ങളും അടഞ്ഞ് നീ ദുഃഖത്തിലാണ്, വ്യസനത്തിലാണ് എങ്കിൽ നീ ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, നീ ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഷരീഫിന് തുറന്നു നോക്കണം. അതിൽ ഖത്തം തീർക്കാൻ മാത്രമല്ല പടച്ചോൻ പറഞ്ഞത്, പിന്നെയോ അതിൽ എൻ്റെ ഒരു അടിമയെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സക്കരിയ അലൈഹിസ്സലാം. എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ? ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് 120 വയസ്സ്. 120 വയസ്സ്. എല്ലുകളൊക്കെ ക്ഷയിച്ചു, മുടിയൊക്കെ നരച്ച് വെളുത്തു. ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത പെണ്ണെന്ന് വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടു. ഇനി എന്താ വഴി? അല്ലാഹു അക്ബർ. ഖുർആൻ പരിചയപ്പെടുത്താണ് പൊന്നു മുഅ്മിനീങ്ങളെ. മക്കളില്ലാത്തതിന്റെ പേരിൽ മനസ്സ് നൂറിപ്പോകുന്ന ദമ്പതിമാർക്ക് അല്ലാഹു പറയാൻ, വസകരിയ, നിരാശരാവണ്ട നിങ്ങൾ, പ്രതീക്ഷ നിങ്ങൾ നിർത്തണം, പ്രതീക്ഷ നിങ്ങൾ അസ്ഥാനത്താക്കണ്ട. നിങ്ങൾ പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി വസകരിയ, എൻ്റെ അടിമയാകുന്ന, എൻ്റെ പ്രവാചകനാകുന്ന സക്കരിയയിലേക്ക് നോക്കണം അലൈഹിസ്സലാം. എന്താ സക്കരിയ നബി ഇസ്ലാമിന്റെ അവസ്ഥ? ബഹുമാനപ്പെട്ട സക്കരിയ നബി തന്റെ റബ്ബിനെ വിളിച്ചു. റബ്ബിനെയാണ് വിളിച്ചത്.
ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ചെലവിൽ കഴിയുന്ന വിലായത്ത് കിട്ടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മറിയം അടുത്തുണ്ട്. കറാമത്ത് കാണിച്ച പെണ്ണുവാണ് അല്ലേ? ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ കറാമത്ത് കാണിച്ചു. എന്താ കറാമത്ത്? കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാം. ഖുർആൻ തന്നെ പറയട്ടെ മറിയമിന്റെ കറാമത്ത് റളിയല്ലാഹു തആല അൻഹ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാം മറിയം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിലേക്ക് കയറി വരുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖാ. ബഹുമാനപ്പെട്ട മറിയമിന് ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സക്കരിയ നബിക്കാണ് ഏർപ്പാട് ചെയ്തത്. വകഫലഹാ സക്കരിയ. ആരാണ് ബഹുമാനപ്പെട്ട മറിയമിന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ചെലവിന് കൊടുക്കുക എന്ന തീരുമാനമുണ്ടായപ്പോൾ, അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ആ ഉത്തരവാദിത്വം കഫലഹ അവളെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു സക്കരിയ നബിക്ക്. സക്കരിയ നബി അലൈഹി സ്വലാമാണ് മറിയം റളിയല്ലാഹു തആല അൻഹുവിന് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ സീസണിൽ കിട്ടാത്ത, ആ നാട്ടിൽ കിട്ടാത്ത വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണം അവിടെ കിടക്കുന്നു. അല്ല മറിയമേ, ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത്? അതെന്റെ അല്ലാഹ് തന്നതാണ്, എന്റെ അല്ലാഹ് തന്നതാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഭക്ഷണം മറിയം അലൈഹിസ്സലാമിന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിലേക്ക് ഇറക്കി കൊടുത്തു പടച്ചോൻ. ഹുനാലിക ദാ സക്കരിയ റബ്ബ. അവിടെ നിന്നുകൊണ്ട്, അതെ, ഈ മറിയമാകുന്ന ഈ പെണ്ണിന്, അല്ലെങ്കിൽ ഈ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നടക്കുന്ന ഈ സഹോദരിക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവിടെ ഇറക്കിക്കൊടുക്കാൻ കഴിവുള്ള പടച്ചതമ്പുരാൻ, അതെ, എല്ല് ശയിച്ച് മുടി നരച്ച് ഭാര്യ മച്ചിയായ ഈ ദമ്പതിമാരാകുന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിനെ തരാൻ എന്റെ പടച്ചോന് കഴിയും. റബ്ബ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അല്ലാഹനെ വിളിച്ചു, ഏ അല്ലാഹ്, ഏ അല്ലാഹ്, റബ്ബി ഹബ്ലി മിൻ ലദുക്. ഏ അല്ലാഹ്, നിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ ദാനമായിട്ട് ഒരു നല്ല കുഞ്ഞിനെ താ അല്ലാഹ്, താ അല്ലാഹ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി ആദ്യം പറഞ്ഞ വാക്കെന്നറിയുമോ? റബ്ബി ലാ തദർനി ഫറദാ. അല്ലാഹ് എന്നെ ഒറ്റത്തടി ആക്കല്ല പടച്ചോനെ. നമ്മൾ പറയാറില്ലേ, എന്ത് ചെയ്യാനാ, കോടികളുണ്ട്, പറമ്പുകൾ ഇഷ്ടം പോലെ, ഫ്ലാറ്റുകൾ ഇഷ്ടം പോലെ, വ്യവസായ സമുച്ചയങ്ങൾ നാടിൻ്റെ ചുറ്റുഭാഗത്തുമുണ്ട്. സിലോണിലുണ്ട്, പിന്നെയോ ചൈനയിലുണ്ട്, ദുബായിലുണ്ട്, മസ്കറ്റിലുണ്ട്, പിന്നെ ബാംഗ്ലൂരിലുണ്ട്, മംഗലാപുരത്തുണ്ട്. എന്ത് ചെയ്യാൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മകനില്ല ഏറ്റെടുത്ത് നടത്താൻ. റബ്ബി ലാ തദർനി ഫറദാ. അല്ലാഹ് എന്നെ ഒറ്റത്തടി ആക്കല്ല പടച്ചോനെ, ഒറ്റത്തടി ആക്കല്ല പടച്ചോനെ. വഅൻത ഖൈറുൽ വാരിസീൻ. അനന്തരവന്മാരെ സമ്മാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അനന്തരവനെ തരാൻ നീ കഴിവുള്ളവനാണ്. ഈ പാവപ്പെട്ട സക്കരിയാക്ക് നൽകണേ. എന്നാൽ എൻ്റെ അവസ്ഥയോ, റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. അല്ലാഹുവേ, ഞാൻ കിളവനാണ്, വൃദ്ധനാണ്, വയസ്സായി, എൻ്റെ എല്ലൊക്കെ ക്ഷയിച്ചു പോയി. എന്റെ മുടികളൊക്കെ നരച്ച് തിളങ്ങുകയാണ്. എന്റെ പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കഴിവുമില്ല പടച്ചോനെ, ശാരീരികമായിട്ടുള്ള ഒരു യോഗ്യതയും ഒരു കുഞ്ഞിക്കാല് കാണാൻ എൻ്റെ മുമ്പിലില്ല. പക്ഷെ നീ കഴിവുള്ളവനാണ്, നീ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ പ്രായം അങ്ങേയറ്റത്തെത്തി. പക്ഷേ നീ സർവശക്തനാണ്, സർവജ്ഞനാണ്. കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും, അല്ലെങ്കിൽ രക്തത്തിന്റെയും മൂത്രത്തിന്റെയും ഇടയിൽ നിന്ന്, കാഷ്ടത്തിന്റെ ഇടയിൽ നിന്ന് ശുദ്ധമായ പാലിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് നീ പടച്ചവന്. ദശലക്ഷക്കണക്കിന് പുഷ്പങ്ങളിൽ നിന്ന് ചവർപ്പുള്ള, മധുരമുള്ള, പുളിപ്പുള്ള, കയ്പുള്ള തേനുകളെ തേനീച്ച നുകർന്നു കൊണ്ടുവന്നിട്ട്
മനുഷ്യന്റെ രോഗങ്ങൾക്ക് ശമനമാകാൻ പക്വതയും പാകതയുമുള്ള നല്ല തേനായി തേനീച്ചയുടെ ഉദരത്തിൽ രൂപകർമ്മ നീയാണ് പഠിച്ചവന്. അല്ലാ, നിനക്ക് സാധിക്കും ഒരു കുഞ്ഞിനെ തരാൻ. അതുകൊണ്ട് ഈ സക്കരിയാകുന്ന എനിക്ക് എൻ്റെ ഭാര്യയിലൂടെ ഒരു കുഞ്ഞിനെ തരണേ അല്ലാ. മനസ്സിന്റെ നീറുന്ന നൊമ്പരങ്ങൾ പടച്ച തമ്പുരാനോട് പങ്കുവച്ചപ്പോൾ അള്ളാഹു പറയുന്നത് ബഹുമാനപ്പെട്ട ഈ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ യാചനയ്ക്ക്, കരച്ചലിന്, നൊമ്പരത്തിന് ഞാൻ ഉത്തരം നൽകി. യഹ്യ എന്ന് പടച്ചോ തന്നെ പേരിട്ടുകൊണ്ട് ഒരു കുഞ്ഞുമോനെ സമ്മാനമായി കൊടുത്തു. വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പില്, മെഡിക്കലിന്റെ മുമ്പില്, ആധുനിക വൈദ്യശാസ്ത്രമാവട്ടെ, പൗരാണിക വൈദ്യശാസ്ത്രമാവട്ടെ, മച്ചി എന്ന് പറഞ്ഞിരിക്കുന്ന, വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന, പ്രസവിക്കാത്ത പെണ്ണെന്ന് പറഞ്ഞിരിക്കുന്ന ആ പെണ്ണിനെ പ്രസവിക്കാൻ യോഗ്യതയുള്ള പെണ്ണാക്കി ഞാൻ മാറ്റിക്കൊടുക്കുകയും യഹ്യ എന്ന പേരുള്ള ഒരു കുഞ്ഞുമോൻ ഞാൻ കൊടുക്കുകയും ചെയ്തു. പൊന്നു സഹോദര സഹോദരി, സക്കരിയ നബി അലൈഹി ഇസ്ലാമെ 120 വയസ്സുള്ള സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മുടികൾ നരച്ചുകൊണ്ട് എല്ലുകൾ ക്ഷയിച്ചിരിക്കുന്ന വയോവൃദ്ധന് അതേ മച്ചിയാകുന്ന പെണ്ണാകുന്ന ഭാര്യയിലൂടെ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പടച്ചോന് കഴിവുണ്ടെങ്കിൽ ആ പടച്ച തമ്പുരാൻ ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ശാരീരികമായ ഏത് പ്രശ്നമുണ്ടെങ്കിലും നിന്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ മക്കളെ തരാൻ പടച്ചോന് കഴിവുള്ളവനാണ്. നിന്റെ മനസ്സിന്റെ നീർന്ന നൊമ്പരങ്ങള് അള്ളാഹുലേക്ക് പങ്കുവെക്കണേ. അള്ളാഹുവിനോട് പറയണം, അല്ലാഹുവേ സക്കരിയ നബിക്ക് മക്കളെ കൊടുത്ത അല്ലാഹുവേ എനിക്ക് മകനെ തരണേ, കഴിവുള്ളവനാണ്. ഖുൽ ഹസ്ബിയല്ലാഹ്. മക്കളില്ലാത്തതിന്റെ പേരിൽ നീറിപ്പോകുന്ന എന്റെ മനസ്സിന് സമാധാനം നൽകിയിട്ട് ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണിച്ചു തരാൻ നിനക്ക് കഴിയുമല്ലോ. ആരും എനിക്ക് വേണ്ടെങ്കിലും നീ മതിയായവനാണ് പടച്ചവന്. വൈദ്യശാസ്ത്രം എന്നെ തടഞ്ഞാലും ശരി, ഡോക്ടർമാർ എന്നെ പ്രതീക്ഷയെല്ലാം അസ്തമിപ്പിച്ചാലും ശരി, നീ പ്രതീക്ഷയുടെ കവാടമാണ്. കൊട്ടിയവന്റെ മുമ്പിൽ അടക്കപ്പെടാത്ത കവാടമാണ് നിന്റെ കവാടം. നിന്റെ മുമ്പിൽ കരഞ്ഞവനെ വെറുതെയാക്കില്ല. അല്ലാഹുവേ തരണേ എന്ന് പടച്ചവനോട് കരയാമനക്കടണം. അള്ളാഹുവിനോട് പറ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, സഹോദര സഹോദരി, മാരകമായ രോഗത്തിന്റെ പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്നവനാണോ നീ? എങ്കിൽ നീ പാരായണം ചെയ്യുന്ന എന്റെ പരിശുദ്ധമായ ഖുർആൻ, അതിൽ അയ്യൂബ് എന്ന് പേരുള്ള ഒരു പ്രവാചകനുണ്ട്. നീ ഓർമ്മിക്കണം, രോഗത്തിന്റെ വേദന കൊണ്ട്, അസഹ്യത കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ എവിടെ പോയാലാണ്, ഏതു വാതിൽ മുട്ടിയാലാണ്, ആരോട് പങ്കുവെച്ചാലാണ് ഈ രോഗത്തിനൊരു പരിഹാരമുണ്ടാവുക എന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് കഴിയുന്ന സഹോദര സഹോദരി, പരിശുദ്ധമായ ഖുർആനിൽ എൻ്റെ അടിമയാകുന്ന അയ്യൂബിനെ നീ ഓർക്കാൻ തയ്യാറാവണം. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷക്കാലം രോഗം അനുഭവിച്ചു. 18 വർഷക്കാലം, 1 വർഷമല്ല, 2 വർഷമല്ല, നീണ്ട 18 വർഷക്കാലം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗിയായി കഴിഞ്ഞുകൂടി. ആരാണ് പൊന്നു മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം? പ്രവാചകൻ ഒരു ഭാഗത്ത് റഹീമൻ ബിൽ മസാകീൻ, അഗതികളോട് അങ്ങേറ്റം കരുണയുള്ളവനാണ്. അനാഥ മക്കളെ ആറ്റിപ്പോറ്റി വളർത്തുന്ന വ്യക്തിയാണ്. വിധവകൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തിയാണ്. വയുക്രിമുൽ ലൈഫ, വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ വേണ്ട പോലെ ബഹുമാനിക്കുന്നവരാണ്. ഇങ്ങനെ അതിഥികളൊക്കെ ബഹുമാനിച്ച് എല്ലാ മാനുഷികമായ നല്ല ഗുണമുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷക്കാലം രോഗിയായി. അള്ളാഹു പറയാണ്, ആ രോഗത്തിന്റെ പേരിൽ എൻ്റെ അടിമയാകുന്ന അയ്യൂബ് ഒരു അക്ഷമ കാണിക്കാൻ തയ്യാറായില്ല. ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാ, തീർച്ചയായും എൻ്റെ അടിമയാകുന്ന അയ്യൂബിൽ ഞാൻ എത്തിച്ചു. സാബിറൻ, ഞാൻ രോഗത്തിന്റെ കെടുതി കൊടുത്തപ്പോൾ ആ രോഗത്തിന്റെ വേദനയും അസ്വസ്ഥതയും ഒക്കെ അദ്ദേഹം ക്ഷമിച്ചു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്.
എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ അയ്യൂബാണ്. എന്തുകൊണ്ടാണ്? അവ്വാബുൻ, അദ്ദേഹം എന്നോട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവനാണ്.